ഫിഷിംഗ് ബാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ട്രിപ്പിൾ ഹൂക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഏത് സമയത്താണ് ഈ ട്രിപ്പിൾ ഹൂക്ക് കൊണ്ട് ഉപകാരപ്പെടുക എന്ന് പറയാൻ പറ്റാത്ത ഒരു ഉപകരണമാണ് ട്രിപ്പിൾ ഹൂക്ക്. അത്യാവശ്യം വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ട്രിപ്പിൾ ഹൂക്ക് ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരുടെ കയ്യിലും ഈ ട്രിപ്പിൾ ഹൂക്ക് ഉണ്ടാവേണ്ടത് ഒരു അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ വലിയ മീനുകളൊക്കെ ചില സമയത്ത് നമ്മുടെ മുന്നിൽ പൊന്തി വരും. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ട്രിപ്പിൾ ഹൂക്ക് കൊണ്ട് ഹുക്കപ്പ് ചെയ്യാനായിട്ടുള്ള പാകത്തിൽ നമുക്ക് പൊന്തി വരും. ആ പൊന്തി വരുന്ന സമയത്ത് ഉപയോഗിക്കാനുള്ള ഒരു ഉപകരണമാണ് ട്രിപ്പിൾ ഹൂക്ക്. അപ്പോൾ ഈ ട്രിപ്പിൾ ഹൂക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഈ ചെറിയ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം. ലേഡീസിൻ്റെ മുടി പിന്നുന്ന രീതിയിലുള്ള കെട്ടാണ് ഈ നൈലോൺ നൂല് വെച്ചിട്ട് നമ്മൾ കെട്ടിയെടുത്തിട്ടുള്ളത്. സിവിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഈ നൂലിൻ്റെ അറ്റത്ത് നമ്മൾ കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. മൂന്ന് വലിയ ഹുക്കുകൾ എടുക്കുക. ഹുക്കിൻ്റെ സൈസ് കണ്ടില്ലേ, 2.5 ഇഞ്ചോളം നീളമുള്ള ഹുക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. മൂന്ന് ഹുക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഷാർപ്പായിട്ടുള്ള മുനുള്ള ഹുക്കാണ്. ഇനി വേണ്ടത് നൈലോൺ നൂലാണ്. നൈലോൺ നൂല് 8 സൈസിൻ്റെ നൈലോൺ നൂലാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ഒരു 1 മീറ്റർ വെച്ചിട്ട് 3 പീസ് നൈലോൺ നൂല് നമുക്ക് ഈ ട്രിപ്പിൾ ഹൂക്ക് ഉണ്ടാക്കാനായിട്ട് ആവശ്യമാണ്. മൂന്ന് പീസ് നൈലോൺ നൂല് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ബാക്കിയുള്ള നൂല് ഇവിടെ ചുറ്റിയിട്ട് എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഈ നൂലിൻ്റെ ടിപ്പൊന്ന് ചൂടാക്കി കൊടുക്കുക. നൂല് കെട്ടഴിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഇപ്പുറത്തെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഒരു 3 പീസ് നൈലോൺ നൂല് നമുക്ക് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലത്തെ ഒരു നൈലോൺ നൂല് എടുത്തിട്ട് 3 ഹുക്ക് തിരിച്ച് വെച്ച് പിടിക്കുക. ഈ ഷേപ്പിൽ കറക്റ്റായിട്ട് തിരിച്ച് വെച്ച് പിടിച്ചിട്ട് ഉണ്ടോ, ഈ നൈലോൺ നൂല് ഒരു കഷ്ണം മടക്കി പിടിക്കുക. ഒരു ടിപ്പിൻ്റെ ഒരു സൈഡ് മടക്കി പിടിച്ചിട്ട് ഈ ചൂണ്ടക്കുളത്തിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ഉണ്ടോ, ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് ഈ മടക്കി പിടിച്ച ഭാഗം അമർത്തി പിടിക്കുക. എന്നിട്ട് ഇതിലത്തെ ചെറിയ ടിപ്പ് എടുത്തിട്ട് ഈ നൂലിൻ്റെ മുകളിൽ കൂടെ 5-6 തവണ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഈ ടിപ്പ് ഈ നൂലിൻ്റെ മടക്കി പിടിച്ച ഭാഗത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുക്കുക.
എന്നിട്ട് ഈ ഭാഗം മെല്ലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഈ ഹുക്കുകൾ മൂന്നും കറക്റ്റ് പൊസിഷനിലാക്കിയിട്ട് ഈ താഴത്തോട്ട് നീക്കി കൊണ്ടുവരിക. എന്നിട്ട് ഈ ചെറിയ ടിപ്പ് പിടിച്ചിട്ട് ഒന്നുകൂടി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പൊസിഷൻ കറക്റ്റാക്കി വയ്ക്കുക. എന്നിട്ട് ഈ നൂലിൻ്റെ ഈ ടിപ്പിൽ പ്ലെയർ ചേർത്ത് പിടിച്ചിട്ട് ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഉണ്ടോ? ഇപ്പോൾ ഈ ഭാഗം കെട്ട് സ്ട്രോങ് ആയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഉണ്ടോ? കൂടുതലുള്ള നൂലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ലൈറ്റർ ഗ്യാസ് ഉപയോഗിച്ചിട്ടൊന്ന് ഉരുക്കി കൊടുത്തിട്ട് ഒന്ന് ഉറപ്പിക്കാം. ഇപ്പോൾ ഒരു പീസിൻ്റെ നമ്മൾ കെട്ട് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള 2 നൈലോൺ നൂല് ഒരുമിച്ചെടുക്കുക. ഒരുമിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ചാണ് നീളത്തിൽ മടക്കി പിടിക്കുക, ഒരു ടിപ്പ്. എന്നിട്ട് ഈ ബാക്കിയുള്ള ഈ ഏരിയയിൽ നമുക്കിത് കെട്ടാനുള്ളതാണ്. ബാക്കിയുള്ള ഈ ഏരിയയിൽ വെച്ചിട്ട് നമുക്കിത് കെട്ടിയെടുക്കണം. ഈ സൈഡ് മുട്ടുന്നത് വരെ ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഈ മടക്കി വെച്ചിട്ടുള്ള ഭാഗത്തിൻ്റെ ഉള്ളിൽ കൂടെ ഈ നൈലോൺ നൂല് കയറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കിലെ ടിപ്പ് മെല്ലെ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ള് ടൈറ്റായിട്ട് കയറും. ഉണ്ടോ? എന്നിട്ട് ഈ പ്ലെയർ ഉപയോഗിച്ചിട്ട് ചുറ്റി പിടിച്ചിട്ട് സ്ട്രോങ് ആയിട്ട് വലിക്കുക. നമ്മൾ ത്രിബിൾ ഹുക്കിൻ്റെ മുകൾ സൈഡ് കണ്ടോ, കറക്റ്റ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. ഇനി കൂടുതലുള്ള ഈ നൈലോൺ നൂല് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് ഉരുക്കി കൊടുക്കുക. ഉരുക്കി കൊടുത്തിട്ട് ഫ്ലസ്ക്കാണ് ഇനി നമ്മൾ അടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. ഈ ഫ്ലക്സ് കിക്ക് പശ ഉപയോഗിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ള നൂലിൻ്റെ ഭാഗത്തേക്ക് എത്തരുത് ഈ പശ. ഈ താഴത്തോട്ടുള്ള ഈ ഭാഗത്ത് മാത്രം ഒട്ടിക്കാൻ പാടുള്ളൂ. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ നൂല് ബലം പിടിച്ച് നിൽക്കും. അപ്പോൾ നമുക്കിതിൻ്റെ അടിഭാഗത്തെ സൈഡ് മാത്രം ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി.
അതുപോലെ ഇപ്പുറത്തെ ഭാഗത്തെ സൈഡിലും പശ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കറക്റ്റ് പൊസിഷനിൽ വെക്കുക. ഈ കുളത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷൻ മനസ്സിലാവും. ഉണ്ടോ? ഒരു നങ്കൂരത്തിൻ്റെ ഒരു ഷേപ്പ് കിട്ടും നമുക്ക്. ഇനി നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ത്രിബിൾ ഹുക്ക് ഒരു കയറിൻ്റെ മുകളിൽ കൊളുത്തി വയ്ക്കുക. എന്നിട്ട് ഈ 3 നൈലോൺ നൂല് തമ്മിൽ മെടഞ്ഞു കൊടുക്കണം. പെൺകുട്ടികളുടെ മുടി മെടയണ പോലത്തെ മെടച്ചൽ മെടഞ്ഞു കൊടുക്കുക. കറക്റ്റായിട്ട് വൃത്തിയിൽ മടഞ്ഞു കൊടുക്കുക ഈ ഭാഗം. നല്ല വൃത്തിയിൽ മടഞ്ഞു കൊടുക്കണം. ലേഡീസിൻ്റെ ഹെയർ പിന്നണ പോലെ പിന്നി കൊടുക്കുക. നല്ല കാറ്റ് വീശുന്നുണ്ട്. ഒരു മഴയ്ക്കൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട്. ഉണ്ടോ? നല്ല ശക്തിയായിട്ട് കാറ്റ് വീശുന്നുണ്ട്. മഴ വരാൻ പോവുകയാണ്. അതിനുശേഷം ഇവിടെ ഈ 3 നൂലും കൂടിയിട്ട് സ്ട്രോങ് ആയിട്ടൊരു കെട്ടിടുക. ടൈറ്റാക്കി വലിക്കുക. എന്നിട്ട് പ്ലെയർ കൊണ്ടൊന്ന് സ്ട്രോങ് ആയിട്ട് പിടിച്ചൊന്ന് ടൈറ്റാക്കുക. ഈ കൂടുതൽ നിൽക്കുന്ന നൂല് കെട്ടിൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഗ്യാസ് ലൈറ്റർ കൊണ്ടൊന്ന് ഉരുക്കി കൊടുക്കുക. ഇനി ഈ കെട്ടിൻ്റെ പിൻഭാഗത്തായിട്ട് ഒരു കെട്ടും കൂടി സ്ട്രോങ് ആയിട്ട് ഇട്ട് കൊടുക്കുക. എന്തെങ്കിലും കാരണവശാൽ അഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടാമതൊരു കെട്ടും കൂടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഉണ്ടോ? അപ്പോൾ 2 കെട്ട് ഇവിടെ ഇട്ടുണ്ട്. വലിപ്പമുള്ള ഒരു സെവിൽ വേണം. ഈ സെവിലിൻ്റെ ഉള്ളിൽ കൂടെ ഈ നൂല് കയറ്റി കൊടുക്കുക. ഉണ്ടോ? സ്ട്രോങ് ആയിട്ടുള്ളൊരു കുടുക്കിട്ട് കെട്ടുക.
അപ്പം നമ്മൾ അടിപൊളിയായിട്ട് ത്രിബിൾ ഹുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഉണ്ടോ? ഇതിൻ്റെ അറ്റത്ത് നമ്മൾ ഒരു അടിപൊളി സിവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചൂണ്ടലിടാൻ പോകുന്ന സമയത്ത് എപ്പോഴും അത്യാവശ്യം വരുന്ന ഒരു ഉപകരണമാണ് ഈ ത്രിബിൾ ഹുക്ക്. അപ്പോൾ എല്ലാവരും ഈ ത്രിബിൾ ഹുക്ക് ഉണ്ടാക്കി സൂക്ഷിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. വലിയ മീനുകളൊക്കെ നിങ്ങളുടെ മുന്നിൽ പൊന്തി വരുന്ന ഒരു സാഹചര്യം എന്നെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവും. അന്നേരം നിങ്ങൾക്ക് ഈ ത്രിബിൾ ഹുക്ക് വെച്ചിട്ട് എത്ര വലിയ മീനാണെങ്കിലും നിങ്ങൾക്ക് ഇവനെ ഹുക്കപ്പ് ചെയ്തിട്ട് ലോക്കാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ തന്നെ കയറ്റി എടുക്കാൻ പറ്റും. ഇത് ഒരടി നീളമുള്ള നൂല് സെറ്റിങ് മതിയാവും, അതിൽ കൂടുതൽ വേണ്ടി വരില്ല. ഈ സിവിലിൻ്റെ അറ്റത്ത് നമുക്ക് സ്നാപ്പ് കൊളുത്തിയിട്ട് ലോക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സൗകര്യം പോലെ ഇത് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ അടിപൊളി ത്രിബിൾ ഹുക്ക്. അപ്പോൾ ഫിഷിംഗ് പവറിൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ അടിപൊളിയായിട്ട് ത്രിബിൾ ഹുക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നമ്മൾ വാങ്ങിച്ച് സെറ്റ് ചെയ്യുന്ന ത്രിബിൾ ഹുക്കാണ്. അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിരിക്കും. നമ്മളെ മനസ്സിന് അത്രയും പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കാമെന്നുള്ള ധൈര്യത്തോട് കൂടിയിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. അതിൽ പശയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ നൂലൊക്കെ സ്ട്രോങ് ആയിട്ട് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ മീനുകൾ നമ്മളെ മുന്നിൽ പൊന്തി വരുന്ന സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. എനിക്കങ്ങനെ ഒരുപാട് മീനുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും അതുപോലെ മീനുകൾ കിട്ടട്ടെ എന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ത്രിബിൾ ഹുക്ക് ഉണ്ടാക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു ബോക്സിൽ ഈ ത്രിബിൾ ഹുക്ക് സ്റ്റോക്ക് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന സമയത്ത് ചുറ്റുഭാഗത്തും കുട്ടികളും വലിയവരും മറ്റ് ആളുകളൊന്നും ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഇത് ആർക്കും ആപത്ത് വരാത്ത രീതിയിൽ, നിങ്ങൾക്കും കൂടി ആപത്ത് വരാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള സമയത്ത് മാത്രം നിങ്ങൾ ഈ ത്രിബിൾ ഹുക്ക് യൂസ് ചെയ്യുക. നിങ്ങൾ പെർഫെക്റ്റായിട്ട് മീനിൻ്റെ അടിയിൽ ഈ ത്രിബിൾ ഹുക്ക് കൊണ്ട് എത്തിച്ചിട്ട് മുകളിലേക്ക് ഹുക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് മീൻ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ആ ത്രിബിൾ ഹുക്ക് കയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ സാവകാശം നമുക്ക് വലിച്ചു കയറ്റിയാൽ മതി. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ത്രിബിൾ ഹുക്ക് ഉണ്ടാക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.